സാന്റിയാഗോ ബെർണബ്യൂവിൻ്റെ അകത്തളങ്ങളിൽ വീണ്ടും ആ ഗർജനമുയരുന്നു. ഫ്ലോറന്റീനോ പെരസിൻ്റെ വിശ്വസ്തനായ സൈന്യാധിപൻ ദ സ്പെഷ്യൽ വൺ ഹോസെ മൗറിഞ്ഞോ മാഡ്രിഡിലേക്ക് തിരികെ കാൽവച്ചിരിക്കുന്നു. നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായൊരു തിരിച്ചുവരവ്. റയൽ ആദ്യുലഞ്ഞ സീസണുകളാണ് കടന്നുപോകുന്നത്. ലാലീഗയില്ല, ചാമ്പ്യൻസ് ലീഗില്ല, ഒരു കോപ്പ ഡെൽ റേ പോലുമില്ല. ഡ്രസ്സിംഗ് റൂമിലാണെങ്കിൽ ഈഗോകളുടെ യുദ്ധവും. എന്നാൽ അപ്പുറത്ത് ബാഴ്സലോണയിൽ ഹാൻസി ഫ്ലിക്ക് ഇല്ലായ്മകളിലും ഒരു സാമ്രാജ്യം ഉയർത്തിയിട്ടുണ്ട്. അയാളെ തോൽപ്പിക്കലും പെരസിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. സാബി അലോൺസോയും അൽവാരോ അർബലോവയും തൊറ്റുപിന്മാറിയ പടക്കളത്തിലേക്ക് കയ്യിൽ ഇരുമ്പുദണ്ഡുമായി മൗറിഞ്ഞോ തിരികെ എത്തിയിരിക്കുന്നു. പെപ് ഗാർഡിയോളയുടെ ടിക്കി ടാക്കയോട് കോർത്തതുപോലെ ഫ്ലിക്കിൻ്റെ ഹൈ പ്രസിംഗ് ബാഴ്സലോണയുമായി മൗറിഞ്ഞോ നടത്തുന്ന യുദ്ധങ്ങൾ എന്തൊക്കെയാകും? എന്താണ് മൗറിഞ്ഞോയുടെ ഈ വരവിൻ്റെ ഉദ്ദേശം? റയൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഫ്ലോറന്റീനോ പെരസ് തൻ്റെ ക്യാമ്പയിൻ പരസ്യങ്ങളിൽ ഉയർത്തിക്കാട്ടിയത് ഒരൊറ്റ മുഖമായിരുന്നു: ഹോസെ മൗറിഞ്ഞോ. പെരസ് വിളിച്ചതോടെ ഒറ്റ വാചകത്തിൽ തന്നെ മൗറിഞ്ഞോ റയലിലേക്ക് വരാൻ സമ്മതം മൂളുകയും ചെയ്തു. 65% വോട്ടുകൾ നേടി വീണ്ടും ജയിച്ചു കയറിയ പെരസിൻ്റെ ലക്ഷ്യം ഒന്നേയുള്ളൂ: സൂപ്പർ താരങ്ങൾക്കും സ്റ്റാർ വാല്യൂവിനും അപ്പുറത്ത് റയൽ എന്ന പേരും ബാഡ്ജും ഉയർന്നു നിൽക്കണം. കാരണം റയലിൻ്റെ ഡ്രസ്സിംഗ് റൂം പോയ സീസണിൽ ഒരുപാട് തലവേദനകൾ നൽകിയതാണ്. വിനീഷ്യസ് ജൂനിയറും കിലിയൻ എംബാപ്പയും തമ്മിലുള്ള ശീതയുദ്ധമെന്ന ഗോസിപ്പുകൾ, ഫെഡെ വാൽവേഡയും ഷൗമിനിയും തമ്മിലുള്ള പരിശീലകരുണ്ടിലെ തർക്കങ്ങൾ, തോൽവികളിൽ കൈകളുയർത്തി മാനേജരോട് തർക്കിക്കുന്ന താരങ്ങൾ, ഇതെല്ലാം അവസാനിപ്പിക്കാൻ പെരസിന് വേണ്ടത് ഒരു തന്ത്രജ്ഞനെയല്ല, മറിച്ച് ഒരു ഏകാധിപതിയെയാണ്. മൗറിഞ്ഞോ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാകാൻ വന്നവനല്ല എന്നർത്ഥം. അയാൾ ടീമിൻ്റെ നിയന്ത്രണം കയ്യിലൊതുക്കാൻ വന്നവനാണ്. മൗറിഞ്ഞോ തൻ്റെ വിശ്വസ്തനായ ശിഷ്യൻ സാമി ഖെദിരയെ കൂടി ടെക്നിക്കൽ ടീമിലെത്തിച്ചത് കൃത്യമായൊരു പ്ലാനിംഗ് ആണ്. കഠിനമായ ഇരട്ട പരിശീലന സെഷനുകളിലൂടെ പടയാളികളെ സജ്ജമാക്കുകയാണ് അയാൾ. സ്പാനിഷ് ചൂടിൽ കയ്യിൽ നോട്ട്ബുക്കുമായി ഗ്രൗണ്ടിൽ നേരിട്ടിറങ്ങി ഓരോ ഡ്രില്ലുകളും നിയന്ത്രിക്കുന്ന അദ്ദേഹം കളിക്കാരിൽ നിന്ന് 100% ഫിറ്റ്നസും ആത്മാർത്ഥതയുമാണ് ആവശ്യപ്പെടുന്നത്. കടുത്ത സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങിനൊപ്പം തന്ത്രപരമായ അച്ചടക്കത്തിനും ഹൈ ഇൻറ്റൻസിറ്റി ബോൾ സെഷനുകൾക്കും മൗറിഞ്ഞോ പ്രാധാന്യം നൽകുന്നു. പ്രസ് കോൺഫറൻസുകൾ പരമാവധി മാറ്റി ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രീ സീസൺ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. പ്രതിരോധ നിര ഉറപ്പിച്ചു നിർത്തുകയാണ് മറ്റൊരു ലക്ഷ്യം. മാർക്ക് കുക്രയെയും ഡെൻസൽ ഡെഫ്രീസിനെയും എത്തിച്ചതിലൂടെ നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. വിം ബാക്കുകളിലൂടെ വേഗതയേറിയ അറ്റാക്കിങ്ങും കടുപ്പമേറിയ പ്രത്യാക്രമണ പ്രതിരോധവും അദ്ദേഹം ലക്ഷ്യമിടുന്നു. എന്നാൽ മൗറിഞ്ഞോക്ക് ഒന്നും എളുപ്പമാകില്ല. കാരണം ഈ തിരിച്ചുവരവ് ഒരു കത്തിയുടെ അരികിലൂടെയുള്ള നടപ്പാണ്. ആദ്യത്തെ വില്ലൻ ഈഗോകളാണ്. സൂപ്പർ താരങ്ങളെ ഒരുമിച്ച് ഈഗോകളില്ലാതെ കൊണ്ടുപോകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ചും റയൽ പോലൊരു ടീമിൽ. കൂടെ വിനീഷ്യസ് ജൂനിയർ അടക്കമുള്ളവരുടെ ട്രാൻസ്ഫർ വാർത്തകളും പ്രഷറുകളും നേരിടണം. പേര് ഹോസെ മൗറിഞ്ഞോ എന്നാണെങ്കിലും മൗറിഞ്ഞോ പോയ കാലത്തെ മൗറിഞ്ഞോ അല്ല. പോയ 11 വർഷത്തിനിടെ വിവിധ ലീഗുകളിൽ പരിശീലിപ്പിച്ചിട്ടും ഒരു പ്രധാന ലീഗ് കിരീടം പോലും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ടോട്ടനത്തിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും കളിക്കാരുമായി തെറ്റിപ്പിരിഞ്ഞിറങ്ങിപ്പോയ മൗറിഞ്ഞോയെ നമ്മൾ കണ്ടതാണ്. ഹൈ പ്രസിംഗും പൊസിഷൻ ഫുട്ബോളും ഭരിക്കുന്ന ഈ കാലത്ത് മൗറിഞ്ഞോയുടെ പ്രതിരോധ കൗണ്ടർ അറ്റാക്കിംഗ് ശൈലി എത്രത്തോളം വിജയിക്കുമെന്നും കണ്ടറിയണം. അമിതമായ അച്ചടക്കം ടീമിനകത്ത് വിപരീത ഫലം ചെയ്യുമോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു. എങ്കിലും റയലിൽ പെരസ് ആഗ്രഹിച്ച സംസ്കാരം മൗറിഞ്ഞോ നടപ്പാക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ മുഖം ചുളിക്കാനോ ഈഗോകൾ ടീമിലേക്ക് കൊണ്ടുവരാനോ ഇനി ഏതൊരു വമ്പനും ഒന്ന് ഞെട്ടിച്ചുളിക്കും. മാധ്യമങ്ങളെയും എതിരാളികളെയും എന്തിന് റഫറിമാരെ വരെ ശത്രുപക്ഷത്ത് നിർത്തി ക്ലബിനെയും കളിക്കാരെയും ഒരു ആർമി യൂണിറ്റ് പോലെ സജ്ജമാക്കുന്നതാണ് മൗറിഞ്ഞോയുടെ രീതി. നിയമങ്ങൾ അനുസരിക്കാത്ത പടയാളികൾക്ക് അവിടെ സ്ഥാനമുണ്ടാകില്ല. തൻ്റെ ചുറ്റുമുള്ള കളിക്കാരെ ഒരൊറ്റ ലക്ഷ്യത്തിനായി ജീവൻ നൽകാൻ പോലും സജ്ജമാക്കുന്നതാണ് സാക്ഷാൽ ഹോസെ മൗറിഞ്ഞോയുടെ സ്റ്റൈൽ. പോർച്ചുഗീസ് ക്ലബ്ബ് ബെനിഫിക്കയിൽ നിന്ന് മൗറിഞ്ഞോയെ ചാക്കിലാക്കാൻ റയൽ ഇറക്കിയത് നിസ്സാര തുകയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസായ 15 മില്യൺ യൂറോ കൊടുത്തു. അതുമാത്രമല്ല, വരുന്ന 2029 വരെ 3 വർഷത്തെ കരാറിൽ പ്രതിവർഷം 15 മില്യൺ യൂറോ എന്ന വമ്പൻ ശമ്പളത്തിലാണ് മൗറിഞ്ഞോ ബെർണബ്യൂവിലെത്തിയത്. അഥവാ സാബി അലോൺസോക്ക് കൊടുത്തതിനേക്കാൾ ഇരട്ടി തുക. USA കോച്ചായ മൗറിഷ്യോ പോച്ചറ്റിനോ, യർഗൻ ക്ലോപ്പ്, ഉനായ് എംറി, ദിദിയർ ദശംസ് അടക്കമുള്ള പേരുകളും അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഒരു വേള അർജന്റീനയുടെ ലയണൽ സ്ക്ലോണിയുമായി പോലും ഒരു പ്രാഥമിക ചർച്ച നടന്നു. പക്ഷേ എല്ലാത്തിനുമൊടുവിൽ മൗറിഞ്ഞോ എന്ന പേരിലേക്ക് തന്നെ റയൽ മാനേജ്മെൻറ്റ് എത്തുകയായിരുന്നു. കാരണം മുമ്പ് ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി കാലത്ത് മൗറിഞ്ഞോയാണ് ലോസ് ബ്ലാങ്കോസിനെ രക്ഷിച്ചത്. ടിക്കി ടാക്കയുമായി പെപ് ഗാർഡിയോളയുടെ ബാഴ്സലോണ ലോക ഫുട്ബോളിനെ വിറപ്പിച്ചു നിർത്തുന്ന കാലം. റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായി പ്രീ ക്വാർട്ടറിൽ പുറത്തായി നാണം കെട്ട് നിൽക്കുന്ന സമയം. അന്നാണ് ബാഴ്സയെ ചാമ്പ്യൻസ് ലീഗിൽ നിഷ്പ്രഭമാക്കിയതിൻ്റെ മിടുക്കിൽ ഇന്റർ മിലാനിൽ നിന്നും മൗറിഞ്ഞോ ബെർണബ്യൂവിൽ കാൽകുത്തിയത്. പെപ്പിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ മൗറിഞ്ഞോ പിന്നീട് കുതന്ത്രങ്ങളൊരുക്കി. മൈതാനത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പിന്നീട് കണ്ടത് തീപാറും പോരാട്ടങ്ങൾ. ആദ്യം പെപ്പിനോട് തോറ്റും അപമാനിതനായും നിന്ന മൗറിഞ്ഞോ വൈകിയാണെങ്കിലും തൻ്റെ ലക്ഷ്യം കണ്ടു.
ക്രിസ്ത്യാനോ, ബെൻസേമ, ഓസിൽ, ഡിമരിയ എന്നിവർ ചേർന്ന മാരകമായ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ. 2011-12 സീസണിൽ 100 പോയിന്റുകളും 121 ഗോളുകളും വാരിക്കൂട്ടി ഒടുവിൽ പെപ്പിൻ്റെ സാമ്രാജ്യത്തിന് മൗറീഞ്ഞോ തീ കൊളുത്തി. രണ്ടാം വരയിൽ മൗറീഞ്ഞോ ബെർണബ്യൂവിൽ കത്തുവെച്ചത് എന്തൊക്കെയാകും? ഒന്നുകിൽ ഇത് ഒരു മഹാവിപ്ലവമായി മാറും, അല്ലെങ്കിൽ ബെർണബ്യൂവിനെ ചാരമാക്കുന്ന ഒരു വൻ ദുരന്തമാകും. എന്തൊക്കെയായാലും വരാനിരിക്കുന്ന സീസണിൽ ഫുട്ബോൾ ലോകത്തിൻ്റെ കണ്ണുകളെല്ലാം ആ ഒരൊറ്റ മനുഷ്യനിലേക്ക് ചുരുങ്ങും, ഉറപ്പ്.